ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. വാർത്തകൾ. രാജ്യത്ത് രൂപീകരിക്കുന്ന 25,000 കോടി രൂപയുടെ മാരിടൈം വികസന ഫണ്ട് 2030ഓടെ വൻ നിക്ഷേപം കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. പോർച്ചുഗൽ സന്ദർശിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ലിസ്ബൺ നഗരത്തിന്റെ ഏറ്റവും ഉയർന്ന ബഹുമതി സിറ്റി കീ ഓഫ് ഓണർ സമ്മാനിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ കെ സ്മാർട്ട് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പാലക്കാട്, കൊല്ലം ജില്ലകളുടെ മാലിന്യമുക്ത പ്രഖ്യാപനം ഇന്നലെ നടത്തി. ഐഎസ്എൽ ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ജംഷഡ്പൂർ എഫ്സിയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാജ്യത്ത് രൂപീകരിക്കുന്ന 25,000 കോടി രൂപയുടെ മാരിടൈം വികസന ഫണ്ട് വിനിയോഗിച്ച് 2030ഓടെ മേഖലയിൽ 1.5 ലക്ഷം കോടി രൂപ നിക്ഷേപം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന 2 ഹരിത ടഗ്ഗുകളുടെ സ്റ്റീൽ കട്ടിംഗ് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്. കപ്പൽ നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ, പൊളിക്കൽ, ഉൾനാടൻ ജലഗതാഗതം തുടങ്ങിയ മേഖലകളുടെ വളർച്ചയ്ക്ക് മാരിടൈം വികസന ഫണ്ട് കരുത്തു നൽകുമെന്ന് സർബാനന്ദ സോനോവാൾ പറഞ്ഞു. തുറമുഖങ്ങളിൽ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോഴത്തെ ടഗ്ഗുകൾ ഹരിത ടഗ്ഗുകളാക്കി മാറ്റും. 16 ഹരിത ടഗ്ഗുകൾ രാജ്യത്തെ തുറമുഖങ്ങളിൽ വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കൊച്ചി കപ്പൽശാലയിലെ ആധുനിക പ്ലാസ്മ കം ഓക്സി ഫ്യുവൽ പ്ലേറ്റ് കട്ടിംഗ് മെഷീൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കപ്പൽശാല നിർമ്മിക്കുന്ന സക്ഷൻ ഹോപ്പർ ഡ്രഡ്ജറിന്റെ നിർമ്മാണ പുരോഗതിയും കേന്ദ്രമന്ത്രി വിലയിരുത്തി. സർബാനന്ദ സോനോവാൾ ഇന്ന് കൊച്ചിയിലെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ലൈബ്രറി കെട്ടിടത്തിന് തറക്കല്ലിടും. വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ രാവിലെയാണ് ചടങ്ങ്. പോർച്ചുഗൽ സന്ദർശിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ലിസ്ബൺ നഗരത്തിന്റെ ഏറ്റവും ഉയർന്ന ബഹുമതി സിറ്റി കീ ഓഫ് ഓണർ സമ്മാനിച്ചു. ലിസ്ബൺ മേയർ കാർലോസ് മാനുവലാണ് ബഹുമതി ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ പൌരന്മാർ പോർച്ചുഗലിലെ 4ാമത്തെ വലിയ സമൂഹമാണെന്നും 2 സംസ്കാരങ്ങൾക്കുമിടയിലെ പാലമായി അവർ വർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് അവർ വൻ സംഭാവന നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. 6 ദിവസത്തെ യൂറോപ്പ് പര്യടനത്തിന്റെ ഭാഗമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്നലെ വൈകിട്ട് ലണ്ടനിലെത്തി. യുകെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം ദൊരൈസ്വാമി ഹീത്രോ വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ചു. ഇന്നു മുതൽ 13 വരെയാണ് ധനമന്ത്രിയുടെ ഓസ്ട്രിയ ഉൾപ്പെടെ യൂറോപ്പ് സന്ദർശനം. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സുമായി സഹകരിച്ച് ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഇന്ന് നടത്തുന്ന സെഷനിൽ അവർ പങ്കെടുക്കും. ദുബായ് കിരീടാവകാശിയും യുഎഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം 2 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ദുബായ് കിരീടാവകാശി എന്ന നിലയിൽ മക്തൂമിന്റെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത്. നിരവധി മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, ഉന്നതതല ബിസിനസ് പ്രതിനിധി സംഘം എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി മുദ്ര വായ്പാ പദ്ധതിയിൽ ഇതുവരെ 32 ലക്ഷം രൂപയുടെ വായ്പകൾ വിതരണം ചെയ്തതായി ധനകാര്യ സേവന സെക്രട്ടറി എം നാഗരാജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. 52 കോടിയിലേറെ അപേക്ഷകർക്കാണ് വായ്പ അനുവദിച്ചത്. 2015ലാണ് ഈടുകൂടാതെ 10 ലക്ഷം രൂപ വരെ സംരംഭകർക്ക് വായ്പ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ടത്. വായ്പ ലഭിച്ചവരിൽ 68% വനിതാ സംരംഭകരാണ്. റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ ദ്വൈമാസ പണനയ അവലോകന യോഗം മുംബൈയിൽ ആരംഭിച്ചു. ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ 6 സമിതിയുടെ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോ നിരക്കുകൾ തീരുമാനിക്കുന്നത്. മുംബൈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യയ്ക്ക് കൈമാറാനെടുത്ത ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന പ്രതി തഹാവൂർ റാണയുടെ ഹർജി അമേരിക്കൻ സുപ്രീംകോടതി തള്ളി. ലോസ് ഏഞ്ചലസിലെ ജയിലിൽ കഴിയുന്ന പാകിസ്ഥാനി വംശജനായ കനേഡിയൻ പൌരനാണ് ഇയാൾ. കഴിഞ്ഞ ഫെബ്രുവരി 27-നാണ് ഇയാൾ സ്റ്റേ അപേക്ഷ നൽകിയത്. ഈ മാസം 4-ന് ചേർന്ന കോടതി അപേക്ഷ നിരസിക്കുകയായിരുന്നു. മുംബൈയിൽ 11 കോടി 58 ലക്ഷത്തിൽപ്പരം രൂപയുടെ മയക്കുമരുന്നുമായി നൈജീരിയൻ പൌരനെ അറസ്റ്റ് ചെയ്തു. പാൽഗഡിലെ ഫ്ളാറ്റിൽ നിന്നാണ് 23 കിലോയോളം മെഥാഡോൺ കണ്ടെടുത്തത്. വിക്ടർ ഒഡീച്ചിമ പൊൽവാല എന്ന ഡേക്ക് റെയ്മണ്ടാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് നേരത്തെ 48 ഗ്രാം കൊക്കൈൻ പിടികൂടിയിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മയക്കുമരുന്നിന്റെ വൻ ശേഖരം കണ്ടെടുത്തത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾ ഏകീകൃത പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി. കെ സ്മാർട്ട് വഴി അനുവദിക്കുന്ന ആദ്യ ജനന സർട്ടിഫിക്കറ്റ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈമാറും. ഓൺലൈൻ വസ്തുനികുതി രസീത് മന്ത്രി കെ രാജനും വിതരണം ചെയ്യും.
കെ സ്മാർട്ട് സ്കൂൾ ഓഫ് ടെക്നോളജി ലോഞ്ചിംഗ് മന്ത്രി കെ എൻ ബാലഗോപാൽ ചടങ്ങിൽ നിർവഹിക്കും. സ്വയം സാക്ഷ്യപ്പെടുത്തിയ കെട്ടിട പെർമിറ്റുകൾ മന്ത്രി വി ശിവൻകുട്ടിയും കെ സ്മാർട്ട് വീഡിയോ കൈവൈസി വഴി ആദ്യ വിവാഹ സർട്ടിഫിക്കറ്റ് മന്ത്രി ജി ആർ അനിലും കൈമാറും. വൃത്തി 2025 ദേശീയ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരം കനകക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. മാലിന്യ സംസ്കരണത്തിൽ സംസ്ഥാനം കൈവരിച്ച മുന്നേറ്റങ്ങളും ഭാവി പദ്ധതികളും 5 ദിവസത്തെ കോൺക്ലേവ് ചർച്ച ചെയ്യും. പാലക്കാട്, കൊല്ലം ജില്ലകളുടെ മാലിന്യമുക്ത പ്രഖ്യാപനം ഇന്നലെ നടത്തി. ചടങ്ങിൽ മികച്ച മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങളെയും മറ്റ് സംഘടനകളെയും ആദരിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഒത്തുചേർന്നാൽ ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തനങ്ങളാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിലൂടെ സംസ്ഥാനത്ത് ഉണ്ടായതെന്ന് മന്ത്രി എം പി രാജേഷ് പാലക്കാട്ട് പറഞ്ഞു. മാലിന്യ സംസ്കരണ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തിയും ചെറിയ പിഴവുകൾ പരിഹരിച്ചും മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം അറിയിച്ചു. കൊല്ലം ജില്ലയുടെ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. സംസ്ഥാനത്തെ ആദ്യ ബയോ മൈനിംഗ് പദ്ധതിയിലൂടെ കുരിപ്പുഴ ചണ്ടി ഡിപ്പോയിലെ മാലിന്യങ്ങൾ നീക്കി മികച്ച മാതൃകയാണ് സൃഷ്ടിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ഇടുക്കി ജില്ലയുടെ മാലിന്യമുക്ത പ്രഖ്യാപനം ഇന്ന് നടത്തും. ഉച്ചകഴിഞ്ഞ് ചെറുതോണി ടൌൺഹാളിൽ മന്ത്രി റോയി അഗസ്റ്റിൻ പ്രഖ്യാപനം നിർവഹിക്കും. ISL ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ജംഷഡ്പൂർ എഫ്സിയെ പരാജയപ്പെടുത്തി. കൊൽക്കത്തയിൽ എതിരിൽ 2 ഗോളിനാണ് മോഹൻ ബഗാന്റെ വിജയം. ശനിയാഴ്ച ഫൈനലിൽ മോഹൻ ബഗാൻ ബംഗളൂരു എഫ്സിയെ നേരിടും. IPL 2020 ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 12 റൺസിനാണ് അവർ തോൽപ്പിച്ചത്. ഇന്ന് കൊൽക്കത്തയിൽ വൈകിട്ട് 3:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും ചണ്ഡിഗഡിൽ വൈകിട്ട് 7:30 പഞ്ചാബ് കിങ്സ് ചെന്നൈ കിങ്സിനെയും നേരിടും. പൊതുഗതാഗത മേഖലയിലെ 80% വിപണിയും സ്വന്തമാക്കുകയെന്നതാണ് കെഎസ്ആർടിസിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. ക്രിസ്മസ്, ഓണം തുടങ്ങിയ ആഘോഷവേളയിൽ സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പാലക്കാട് കെഎസ്ആർടിസി ഡിപ്പോയിലെ ശീതീകരിച്ച വിശ്രമ കേന്ദ്രവും പുതിയ സർവീസുകളും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. യാത്രക്കാർക്ക് മികച്ച സൌകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി 48 ബസ് സർവീസുകളിലും ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയ ബസ്സുകൾ ഇറക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. വയനാട് ചൂരൽമല ദുരന്തത്തിൽ കാണാതായ 32 പേരുടെ പട്ടിക ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചു. ഇതുവരെ കണ്ടെത്താൻ കഴിയാതിരുന്ന ഇവരെ ദുരന്തത്തിൽ മരിച്ചവരായി കണക്കാക്കി ഗവൺമെന്റ് ഉത്തരവ് ഉടൻ പുറത്തിറക്കും. കോട്ടയം നാട്ടകത്ത് പുലർച്ചെ ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ജീപ്പിലുണ്ടായിരുന്നവരാണ് മരിച്ചത്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ബംഗളൂരുവിൽ നിന്ന് ചരക്ക് കയറ്റി വന്ന ലോറിയാണ് ജീപ്പുമായി കൂട്ടിയിടിച്ചത്. ട്രാഫിക് പോലീസിന്റെ സംസ്ഥാന വ്യാപക സ്പെഷ്യൽ ഡ്രൈവിൽ 25,135 വാഹനങ്ങൾക്ക് പിഴ ചുമത്തി. മാർച്ച് 26 മുതൽ 31 വരെയായിരുന്നു സ്പെഷ്യൽ ഡ്രൈവ്. ദേശീയ സംസ്ഥാന പാതകളിലെ അപകടങ്ങൾ കുറയ്ക്കാനും സുരക്ഷിത യാത്ര ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു പരിശോധന. റോഡരികിലെ അലക്ഷ്യമായ പാർക്കിംഗ് അടക്കം നിയമലംഘനങ്ങളിൽ ഡ്രൈവർമാർക്ക് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ബോധവൽക്കരണവും ഒരുക്കിയിരുന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ അടുത്ത അധ്യയന വർഷത്തെ പൊതു സ്ഥലംമാറ്റത്തിന് പോർട്ടൽ തുറന്നു. അധ്യാപകരുടെ പ്രൊഫൈൽ കൃത്യമാക്കാനും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനും ജൂൺ 1 മുൻപ് സ്ഥലംമാറ്റവും നിയമനവും പൂർത്തിയാക്കാനും സഹായിക്കുന്ന തരത്തിലാണ് പോർട്ടൽ ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 16 വരെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ മലപ്പുറത്തെത്തി. കളക്ടറും എസ്പിയും ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സിവിൽ സ്റ്റേഷനിലെ ഇവിഎം വിവിപാറ്റ് ഡിപ്പോയും കേൽക്കർ സന്ദർശിച്ചു. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ച നടത്തും. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവം മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് തുല്യമാണെന്ന് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് വിലയിരുത്തി. മാതൃശിശു മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. സമീപകാലത്ത് ചില തെറ്റായ പ്രവണതകൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അഭിലഷണീയമല്ലെന്ന് അവർ പറഞ്ഞു. ലോകാരോഗ്യ ദിനാചരണം, സംസ്ഥാനതല ഉദ്ഘാടനവും ഗവൺമെന്റ് ആശുപത്രികളിലെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ ഉദ്ഘാടനവും മികച്ച ഡോക്ടർമാർക്ക് അവാർഡ് വിതരണവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴയിലെ കേരള ഡ്രഗ്സ് ആന്റ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിന്റെ 50ാം വാർഷികാഘോഷ പരിപാടികൾ രാവിലെ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന റെഡി മാർട്ടും മന്ത്രി നാടിന് സമർപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് രൂപീകരിക്കുന്ന 25,000 കോടി രൂപയുടെ മാരിടൈം വികസന ഫണ്ട് 2030ഓടെ വൻ നിക്ഷേപം കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. പോർച്ചുഗൽ സന്ദർശിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ലിസ്ബൺ നഗരത്തിന്റെ ഏറ്റവും ഉയർന്ന ബഹുമതി സിറ്റി കീ ഓഫ് സമ്മാനിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ കെ സ്മാർട്ട് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പാലക്കാട്, കൊല്ലം ജില്ലകളുടെ മാലിന്യമുക്ത പ്രഖ്യാപനം ഇന്നലെ നടത്തി. ISL ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്
ജംഷഡ്പൂർ എഫ്സിയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ